നമ്മളിൽ ചില ആൾക്കാരുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ് റമ്മ്. റമ്മിന് ചാത്തനെ കൊല്ലി കിൽ ദ ഡെവിൾ എന്നൊരു പേരുള്ള കാര്യം നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? ഈ റമ്മ് ലോകത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ രാജ്യം ബാർബഡോസ് ആണെന്ന് എത്ര പേർക്ക് അറിയാം? ഒരു പള്ളിക്ക് ഒരു കള്ള് ഷാപ്പ് എന്ന കണക്കിലാണ് ബാർബഡോസിൽ മൊത്തം ബാറും ബേവറേജും ഉള്ളത്. ഇതിന് മാത്രം കള്ളുപുഴ ഒഴുകുന്ന ഈ നാട്ടിലെ ജനങ്ങൾ കള്ള് കുടിച്ചാലും കള്ള് കുടിക്കാത്ത സമയത്തും എന്ത് മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്ന് അറിയാവോ? ഇറ്റ്സ് നോട്ട് ദ ആൽക്കഹോൾ ബട്ട് ദ പീപ്പിൾ അല്ലേ? റമ്മിനോടുള്ള പ്രണയം കാരണം ഞാനും അരുമാമി ഒന്ന് ബാർബഡോസ് പോയിട്ട് റമ്മ് കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ. റെഡി ചേട്ടാ, ഇവിടെ കുറച്ച് റമ്മുകൾ ഇരിപ്പുണ്ട്. ഞങ്ങൾ ബാർബഡോസ് നിന്ന് കൊണ്ടുവന്നതാ. ഈ വ്ളോഗ് മുന്നോട്ട് പോകും തോറും ഈ റമ്മിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാം. അതായത് ഓരോ റമ്മിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് ഡൂർലീസ് 4 സ്ക്വയറിൻ്റെ റമ്മാണ്. മൗണ്ട് ഗേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ പാപ്പൻ്റെ കൂട്ടത്തിൽ കള്ളു കുടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിയിൽ നിന്നും മാറിയിട്ട് റമ്മിലേക്ക് എൻ്റെ പരകായ പ്രവേശം നടത്തിയത്. റമ്മിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം ഇനി ഒരു തിരിച്ചുപോക്കില്ല. അത്രയ്ക്കധികം റമ്മിനെ പ്രണയിച്ചു. സ്പെഷ്യലി മൗണ്ട് ഗേയുടെ എക്ലിപ്സ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കഥയൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ നല്ല രസമുള്ള കഥയായിരുന്നു ബാർബഡോസിൻ്റെ കഥകൾ. അങ്ങനെ ബാർബഡോസിൽ പോയിട്ട് റമ്മിൻ്റെ കഥ കേട്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അരുമാമിയും കൂടിയിട്ട് ബാർബഡോസിലേക്ക് പോകുന്നത്. സോ ബാർബഡോസ് എന്താണെന്നുള്ളതും റമ്മ എന്താണെന്നുള്ളതും പറഞ്ഞിട്ട് ബാക്കി വ്ളോഗ് പറഞ്ഞു പോവാട്ടാ. ബാർബഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു രാജ്യമായിരിക്കില്ല. എന്നാലും കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ 2024 ICC T20 വേൾഡ് കപ്പ് നടന്നത്, ഫൈനൽ നടന്നത് ബാർബഡോസിൽ വെച്ചിട്ടാണ്. അത് കാരണം ക്രിക്കറ്റ് പ്രേമികൾക്ക് പെട്ടെന്ന് ബാർബഡോസ് പിടികിട്ടും. ഇനിയിപ്പോൾ വേറെ നമ്മുടെ ക്രിക്കറ്റ് കളിയിൽ തന്നെ മാൽക്കം മാർഷൽ, അതുപോലെ തന്നെ നമ്മുടെ ജെയ്സൺ ഹോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലേയേഴ്സിനെ പരിചയമുള്ളവർക്കും ബാർബഡോസ് പിടികിട്ടുന്നുണ്ടായിരിക്കും. അതല്ല വെച്ചെങ്കിൽ മൗണ്ട് ഗേ റമ്മ് കഴിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ബാർബഡോസ് പിടികിട്ടുണ്ടാവും. ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഓർമ്മ വരാനായിട്ടുള്ള കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം എന്നാണ് നമ്മൾ എപ്പോഴും, ഞാൻ പണ്ട് വിചാരിച്ചത് വെസ്റ്റ് ഇൻഡീസ് ഒരു രാജ്യമാണെന്നാണ്. പക്ഷെ നമ്മൾ സാമൂഹ്യം പഠിക്കുന്ന സമയത്തൊക്കെ വെസ്റ്റ് ഇൻഡീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കരീബിയൻ കൺട്രീസ് എന്ന് പറയുന്നതിൽ ജമൈക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പോർട്ടറിക്കോ കേട്ടിട്ടുണ്ടായിരിക്കും, ക്യൂബ കേട്ടിട്ടുണ്ടായിരിക്കും, തിരുനാട് കേട്ടിട്ടുണ്ടായിരിക്കും, സെനലൂഷ. അപ്പം ഇങ്ങനെയുള്ള ഐലൻഡ്സ് കേട്ട് പോണതിൽ ഒരു ഐലൻഡാണ് ബാർബഡോസ്. നമ്മൾ ന്യൂസിലാൻഡ്, ഞാൻ അതിൻ്റെ ഒരു മാപ്പ് എങ്ങനെയാണ് ഈ ഗ്ലോബിൽ ഇവൻ എവിടെ കിടക്കണേന്നുള്ളത് പറയാട്ടെ. അപ്പോൾ നമുക്ക് ജിയോഗ്രഫിക്കലി ഈ സംഭവം എവിടെയാണെന്ന് പിടികിട്ടും. നല്ല രസമുള്ള ഒരു സ്ഥലത്താണ് ബാർബഡോസ് ഐലൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ന്യൂസിലാൻഡിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. ന്യൂസിലാൻഡ് എവിടെയാണ് കിടക്കണേ? നമ്മൾ മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് മാപ്പ് ഫ്ലാറ്റ് എടുത്ത് നോക്കുക. വലത്തെ സൈഡിൽ ഏറ്റവും താഴെ സൗത്താണ് കേട്ടോ നമ്മൾ. ഓക്കെ, സദേൺ ഹെമസ്ഫിയർ എന്ന് പറയില്ലേ, ഗ്ലോബ് ആണ് മാപ്പ് എന്ന് നിങ്ങൾക്കറിയാം. പരത്തി വെച്ച മാപ്പിന് എടുക്കുക. വലത്തെ സൈഡിൽ ഏറ്റവും താഴെ ന്യൂസിലാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ഫ്ലൈ ചെയ്യാം? ഓസ്ട്രേലിയയുടെ ഒക്കെ മുകളിൽ കൂടെ, ആഫ്രിക്കയുടെ ഒക്കെ മുകളിൽ കൂടെ യാത്ര ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എവിടെ ചെന്നിറങ്ങാം? ഈ പറഞ്ഞ ഐലൻഡിൽ, കരീബിയൻ ഐലൻഡ്സിൽ ഏതിൽ വേണമെങ്കിലും ചെന്നിറങ്ങാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പോണത്. നമ്മൾ എങ്ങനെയാണ് പോണത്? നമ്മൾ ന്യൂസിലാൻഡിൽ നിന്ന് ഈ വലത്തെ ഭാഗത്ത് നിന്ന് കുഴിയിലേക്ക് ചാടുക. അതായത് ബാക്കിൽ കൂടെ. ബാക്കിൽ എന്താണ് സംഭവം? പസഫിക് ഓഷ്യൻ ആണ്. നമ്മൾ പസഫിക് ഓഷ്യൻ താണ്ടി ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് നേരെ US ചെല്ലുന്നു. നമുക്ക് കാനഡയിൽ ചെന്നിട്ട് പോവാം, വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പോവാം. നമ്മൾ പോയത് ഇവിടുന്ന് നേരെ ന്യൂയോർക്ക് 17 മണിക്കൂർ യാത്ര ചെയ്തിട്ട്, അതായത് ഫ്രണ്ടിൽ കൂടെ പോകാണ്ട് നമ്മൾ കറങ്ങി ബാക്കിൽ കൂടിയാണ് യാത്ര. ഏതാണ്ട് 17 മണിക്കൂർ കഴിഞ്ഞിട്ട് ന്യൂയോർക്കിലെത്തുന്നു. ന്യൂയോർക്കിൽ നിന്ന് 5.5 മണിക്കൂർ താണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? നമ്മൾ ബാർബഡോസിലെത്തും. ബാർബഡോസ് നിങ്ങൾ നോക്കി നോക്കിയാൽ എങ്ങനെയാണ് കിടക്കണേന്നുള്ളത്. ഇടത്തെ സൈഡിൽ നോർത്ത് അമേരിക്ക, നോർത്ത് മുകളിലുണ്ട്, തൊട്ടു താഴെ സൗത്ത് അമേരിക്ക. അപ്പോൾ ഒരു യു പോലെ എടുത്തോ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആഫ്രിക്ക, അതിൻ്റെ മുകളിൽ യൂറോപ്പ്. ഇതിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാർബഡോസ് അല്ലെങ്കിൽ കരീബിയൻ കൺട്രീസിലേക്ക് ഈ യൂറോപ്യൻസിൻ്റെ അധിനിവേശവും അതുപോലെ തന്നെ അമേരിക്കൻസ് എത്തിയെന്നുള്ളത് പെട്ടെന്ന് പിടികൂട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ യു ഷേപ്പ് എന്ന് പറഞ്ഞത്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഇപ്പുറത്തെ ആഫ്രിക്ക, അതിൻ്റെ മുകളിൽ യൂറോപ്പ്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ കരീബിയൻ കൺട്രീസ് ആയിട്ടുള്ള ജമൈക്ക നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ബോബ് മാർലി. ക്യൂബ നല്ല പരിചയം ഉണ്ടാവും, ചെഗുവേര. അപ്പോൾ ആ ഐലൻഡ് മുഴുവൻ കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു കോമ പോലെയാണ്. അതായത് ഇപ്പുറത്ത് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഈസ്റ്റേൺ ഭാഗത്തായിട്ട് വട്ടനെ ഒരു ചന്ദ്രക്കല പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമ പോലെയാണ് ഈ കരീബിയൻ ഐലൻഡ്സ് എല്ലാം തന്നെ നിൽക്കുന്നത്. കരീബിയൻ ഐലൻഡ്സിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. കത്രീന കാറ്റടിക്കുക, അല്ലെങ്കിൽ കരീബിയൻ സീയിലെ ഹരിക്കേനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കത്രീനയൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചിട്ട് കീ വെസ്റ്റ്, ഈ പറഞ്ഞ ജമൈക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും കൊടുങ്കാറ്റും
ഈ തിരയെല്ലാം കയറി നശിച്ചു പോണ രാജ്യങ്ങളിൽ കുറേ ഒരു സംഭവമാണ്. അതായത് ഈ ബെൽറ്റ് പോലെ കിടക്കണേ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് ഈ ന്യൂസിലാൻഡൊക്കെ ഉണ്ടായ പോലെ തന്നെ ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ ജമൈക്ക അല്ലെങ്കിൽ ട്രിനിഡാഡ്, ഗയാന പോലെയുള്ള ഈ എല്ലാ ഐലൻഡുകളും. എങ്കിൽ ഈ ഐലൻഡിൽ നിന്നൊക്കെ മാറി ഒറ്റയാനായിട്ട് മാറി നിൽക്കുന്ന ഒരു ഫ്ലാറ്റ് ഐലൻഡാണ് ഏത്? നമ്മുടെ ബാർബഡോസ്. ഇതുവരെ നിങ്ങൾക്ക് ബോറടിച്ചാ? നിങ്ങൾ സയൻസ് കേട്ട് മടുത്തപ്പോൾ ഞാൻ കുറച്ച് സാമൂഹ്യം ജിയോഗ്രഫിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോട്ടാ. ഈ കരീബിയൻ ഐലൻഡിൽ മുഴുവൻ ഈ നമ്മുടെ ഹരിക്കൻ അടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹരിക്കൻ ബെൽറ്റ് എന്ന് പറയും. അതായത് ഇപ്പുറത്ത് കരീബിയൻ കടലിലുള്ള ഹരിക്കൻ ബെൽറ്റ്, ഹരിക്കൻ അടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമയിൽ നിൽക്കുന്ന എല്ലാ ദ്വീപുകളും കൂടിയിട്ട് ഹരിക്കൻ അവിടെ ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ ബ്ലോക്ക് ചെയ്യല്ല, ബാർബഡോസ് ആക്ച്വലി ഈ ഹരിക്കൻ ബെൽറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു 100 മൈൽ മാറിയാണ് നിൽക്കണേ. കരീബിയൻ ഐലൻഡ്സ് എന്ന് വിളിക്കുന്നുണ്ട് എങ്കിലും കരീബിയൻ സീയിലല്ല ബാർബഡോസ് നിൽക്കുന്നത്. ബാർബഡോസ് ശരിക്കും നിൽക്കുന്നത് ഇപ്പുറത്തുള്ള അറ്റ്ലാന്റിക്കിലാണ്. ഇപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഇന്ത്യയിൽ നിന്ന് ബാർബഡോസിലേക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് വിസ വേണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഈ ട്രാൻസിറ്റ് കൺട്രീസിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഇന്ത്യൻ വിസ വേണമെങ്കിൽ അത് വേണ്ടി വരും. അല്ലാച്ചെങ്കിൽ നമുക്ക് എല്ലാവർക്കും ടൂർ പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ബാർബഡോസ്. ഇനി ഐലൻഡിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കി നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ഒരു പെയറിൻ്റെ ഷേപ്പിലാണ് ഇരിക്കണേ. നല്ല ഫ്ലാറ്റ് ലാൻഡ്, തൊട്ടപ്പുറത്ത് കുഞ്ഞു ഒരു ഐലൻഡോ പുറ്റുകളോ ഒന്നും തന്നെയില്ല. നമ്മൾ മെജോറിറ്റി മറ്റുള്ള പല ഐലൻഡ്, ഇപ്പോൾ ന്യൂസിലാൻഡ് എടുത്ത് നോക്കിയാൽ തന്നെ ന്യൂസിലാൻഡ് 2 ഐലൻഡായിട്ടാണ് നിൽക്കണേ. എന്നാൽ ഈ ബാർബഡോസ് വളരെ സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് ഒരു പാത്രത്തളിക പോലെ മാറി നിൽക്കണ ഒരു ഐലൻഡാണ് കേട്ടോ. ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറഞ്ഞാൽ 34 കിലോമീറ്റർ, വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 കിലോമീറ്റർ, ആകെ മൊത്തം 432 ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. അതായത് ഞാനും അരിമാമി രാവിലെ എണ്ണിട്ട് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അറ്റം മുട്ടാം, 1.5 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാം. എല്ലാ ദിവസവും നമ്മൾ മൊത്തം സ്ഥലം കറങ്ങിയടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ ഫ്ലാഗ് ഒന്ന് നോക്കിയാൽ നമുക്ക് ഒരു രാജ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫ്ലാഗിനെ കുറിച്ച് പറയണ്ടേ. ഫ്ലാഗ് നല്ല ഭംഗിയുള്ള നീല, 2 സൈഡിലും നീല കളറ്, സെൻറ്ററിൽ ഗോൾഡൻ കളറ്. സെൻറ്ററിൽ ഒരു ഗോൾഡ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം ലൈം സ്റ്റോണിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ബാർബഡോസ്. നമ്മൾ ഈ ബീച്ചിലൊക്കെ ചെന്നിട്ട് കാല് മുക്കിയിടുമ്പോൾ ഭയങ്കര ഫൈൻ ഗോൾഡൻ കളറുള്ള മണലാണ് അവിടുത്തെ. കാരണം ഈ ലൈം സ്റ്റോൺ കോറലിൻ്റെ ലൈം സ്റ്റോണിലാണ് മൊത്തം മണ്ണ് ഉണ്ടായി വന്നിട്ടുള്ളത്. സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ ഗോൾഡൻ കളർ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബ്ലൂ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഐലൻഡാണ്. എന്തായിരിക്കും? വെള്ളവും അതുപോലെ തന്നെ ആകാശവും. ഈ സെൻറ്ററിൽ ഒരു കുട്ടിച്ചാത്തൻ്റെ ശൂലം വെച്ചിട്ടുണ്ട് 3 എണ്ണം. ഈ 3 ശൂലത്തിൻ്റെ അറ്റം റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ഓഫ് ദ ഗവൺമെൻറ്, ബൈ ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ. നമ്മുടെ ഇന്ത്യയുടെ പോലെ നമുക്ക് ജനത്തിനും ജനങ്ങളാൽ, അല്ല എങ്ങനെ എന്താ പറയുക, ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. ആ സെയിം സാധനം തന്നെയാണ്. പക്ഷേ ഈ ശൂലത്തിൻ്റെ അടിവശം പൊട്ടിയ അടിയാണ്. പൊട്ടിയതാണെന്നുള്ളത് ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലേവറിയിൽ നിന്ന് മോചിതരായതിന് ശേഷം ഇനി നമ്മൾക്ക് ബന്ധനങ്ങളില്ല എന്നുള്ള റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ശൂലത്തിൻ്റെ മറ്റേ അടിയിലത്തെ ഭാഗം പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ളതെന്നാണ്. ഇനി ഇതേ ഇവരുടെ കറൻസി ബാർബേഡിയൻ ഡോളറാണ് കേട്ടോ. അതായത് US ഡോളർ പോലെ ഡോളർ, ന്യൂസിലാൻഡിലും ഡോളറാണ്. ബാർബേഡിയൻ ഡോളർ $2 ഈസ് ഈക്വൽ ടു $1. ഓക്കെ. ഇനി ബാർബഡോസിൽ ഇപ്പോൾ 2,80,000 ആളുകളാണ് താമസിക്കുന്നത്. ബാർബഡോസിലെ ആളുകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകൾ എങ്ങനെ വന്നുകൂടി എന്ന് കൂടി പറയണം. അപ്പോഴാണ് റമ്മുമായിട്ട് ഇതിനെ നമുക്ക് ലയിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്, അതായത് 1300s അറവാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിജിനസ് പീപ്പിൾ. ആക്ച്വലി ഈ സൗത്ത് അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻസ് എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ആളുകൾ ഈ കപ്പൽ മുഖേന അല്ലെങ്കിൽ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടേക്ക് മൂവ് ചെയ്ത് ചെറിയ ഗ്രൂപ്പായിട്ട് താമസിച്ചിരുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. എന്നിട്ട് ഒരു 1400, 1500 ആകുമ്പോൾ കരീബ്സ് എന്ന് പറഞ്ഞൊരു വാർലൈക്ക് ഗ്രൂപ്പ് അവിടെ ആഫ്രിക്കയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള കുറച്ച് വേറെ സെയിലേഴ്സ് എല്ലാം കൂടി ഇവർ തമ്മിൽ തല്ലുകൂടിയിട്ട് ഈ അറവാക്സിനെ ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ശരിക്കും ഒരു 1600s നമ്മുടെ യൂറോപ്യൻസ്, അതായത് പോർച്ചുഗീസും സ്പാനിഷും അവിടെ വരുന്നത്. പക്ഷെ അവർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കുറച്ച് കാലം അവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ഇവരെയൊക്കെ ഉപദ്രവിച്ച് അവരവിടെ നിന്ന് പോയി. പിന്നീട് ഇംഗ്ലണ്ട്, അതിന് ശേഷമാണ് ശരിക്കും ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യണേ. 1625 ഇവിടെ കോളനൈസേഷൻ നമ്മുടെ അവിടെയൊക്കെ വന്ന പോലെ തന്നെ ഇവർ യൂറോപ്പിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യു ഷേപ്പിലുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവരവിടെ നിന്ന് വരുന്നു, ആഫ്രിക്കൻസിനെ എടുക്കുന്നു, അല്ലെങ്കിൽ സ്ലേവ്സിനെ എടുക്കുന്നു, സ്ലേവ്സ് ആക്കുന്നു. അവിടെ നിന്ന് ഈ കാശില്ലാത്ത ആൾക്കാരോടൊക്കെ പറയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ജോലി തരാം, ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കാം. ഇവിടെ ഈ അന്ന് ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു സാധനമാണ് നമ്മുടെ കരിമ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഞ്ചസാര. അപ്പോൾ പഞ്ചസാര കൃഷിക്ക് പറ്റിയ മണ്ണാണ് ഈ ഐലൻഡ്, അല്ലെങ്കിൽ മറ്റുള്ള ഈ എല്ലാ ഐലൻഡിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം
ബ്രിട്ടീഷുകാർ കുറേ പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ജോലി ഇല്ലാത്തവർക്ക് നിങ്ങൾ കൃഷി ചെയ്താൽ മതി, നിങ്ങൾക്കുള്ള ഭക്ഷണവും ഷെൽട്ടറും പ്രൊവൈഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്ലേവറിയുടെ മൂർധന്യ അവസ്ഥയിൽ, അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്ലേവറിയുടെ പാർട്ട് നമ്മളിപ്പോൾ പറയുന്നില്ല ചേട്ടാ. ഈ നമുക്കെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ഈ വേർഡ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, നിഗ അല്ലെങ്കിൽ നീഗ്രോസ് എന്ന് വിളിക്കുന്ന ഈ ആളുകളെയും കൊണ്ട് ഇവരിവിടെ വരുന്നു, ഇവിടെ സെറ്റിലാവുകയാണ്. ഇവിടെ സെറ്റിലാവണ സമയത്ത് മെയിൻ പരിപാടി എന്താണ്? കരിമ്പ് കൃഷിയാണ്. കരിമ്പ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? പഞ്ചസാരയ്ക്കായിട്ട്. പഞ്ചസാര ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ശർക്കര ഉരുക്കി മുകളിലെ ഭാഗം എടുത്ത് കളയുന്നു, അടിയിൽ വരണ ചണ്ടിയുണ്ട്. ഈ അടിയിൽ വരണ ചണ്ടി കൊണ്ട് ആക്ച്വലി അവിടെയുള്ള ആളുകൾ, അതായത് ഈ സ്ലേവ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വാറ്റുണ്ടാക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ വാറ്റുണ്ടാക്കണ പോലെ, നമ്മുടെ നാട്ടിൽ വാറ്റുണ്ടാക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കും, ബനാന, ഗോതമ്പ്, അന്ന് കിട്ടിയിരുന്ന ധാന്യങ്ങൾ, കാപ്സിനെ വാഷാക്കിയിട്ട് ഡിസ്റ്റിൽ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ കിട്ടും. എത്തനോൾ അടിച്ചാൽ കിളി പോവും. ഇതേ അവസ്ഥയിൽ ഈ കരിമ്പിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ശർക്കരയുടെ താഴെ വരണ അടി, അതല്ലെങ്കിൽ ഇന്ന് പറയണ മൊലാസസ് എന്ന് പറയുന്ന സാധനത്തിൽ 5% ഷുഗർ ബാക്കി ഉണ്ടാവും, ചണ്ടി ഉണ്ടാവും. ഇതെല്ലാം കൂടി അന്നത്തെ ആൾക്കാർ വാറ്റാണ്. ഈ വാറ്റി അടിച്ചിരുന്ന സാധനം പ്യുവർ ആൽക്കഹോളായിരുന്നു. ഈ ആൽക്കഹോളിന് അന്ന് ഒരു വിളിച്ചിരുന്ന പേരാണ് എന്തെന്ന്? കിൽ ദ ഡെവിൾ. വെള്ളക്കാർ പറഞ്ഞു, അതായത് ഇതടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാത്തൻ വരെ ചത്തുപോകുന്ന ഉള്ള ഒരു സങ്കല്പം. അതല്ലെങ്കിൽ ഇതടിച്ചു കഴിഞ്ഞാൽ ചാത്തനെ വരെ തല്ലിക്കൊല്ലാം. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, സാധാരണക്കാരന് കുടിക്കാൻ പറ്റാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു ആൽക്കഹോളായിരുന്നു അന്നത്തെ റമ്മ്. അതിനെ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എടുക്കുകയും കുറച്ചും കൂടി സ്മൂത്ത് ആക്കുകയും ഡൈല്യൂട്ട് ആക്കുകയും ചെയ്തതിന് ശേഷം അന്നുണ്ടായിരുന്ന പൈറേറ്റ്സ്, അതല്ല വെച്ചെങ്കിൽ സെയിലേഴ്സ്, നേവിയിലൊക്കെ റേഷൻ കൊടുക്കുകയാണ്. എന്ത്? അന്നത്തെ റമ്മ്. അങ്ങനെയാണ് ഒഫീഷ്യലി റമ്മ് ഉണ്ടായി വരുന്നത്. അതാണ് റമ്മിൻ്റെ ഹിസ്റ്ററി. അത് പറയാനാണ് ഞാനിപ്പോൾ ഇത്രയും ഹിസ്റ്ററി പറഞ്ഞിട്ട് ഇവിടെ വരെ എത്തിയത്. സോ റമ്മ് ആക്ച്വലി ലോകത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന രാജ്യം ഏതാണ്, അല്ലെങ്കിൽ ഒഫീഷ്യലി റമ്മ് അനൗൺസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബാർബഡോസിൽ നിന്നാണ്. പൈറേറ്റ്സിന് കൊടുത്തിരുന്ന ആൽക്കഹോൾ അല്ലെങ്കിൽ ലേബേഴ്സിന് കൊടുത്തിരുന്ന ആൽക്കഹോൾ എന്ന രീതിയിൽ ലോകത്തിലെ ചീപ്പ് ആൽക്കഹോൾ ആൾക്കാർ കുടിക്കുന്നു. ഇതൊക്കെ പാവപ്പെട്ടവൻ്റെ കള്ളാണ് എന്ന് എഴുതി തള്ളിയതിൻ്റെ പുറത്താണ് ശരിക്കും റമ്മിന് പേരില്ലാണ്ടാവണം, അല്ലെങ്കിൽ റമ്മ് സമൂഹത്തിൽ നിന്നും നല്ല ആൾക്കാർ കുടിക്കുന്ന സാധനമല്ല എന്ന രീതിയിലേക്ക് മാറുന്നത് ഈ പൈറേറ്റ്സിற்கு കൊടുത്തിരുന്ന ഒരു സംഗതി കൊണ്ടാണ്. അങ്ങനെയാണ് റമ്മ് അവഗണിക്കപ്പെടുന്നത്. പിന്നീട് എന്തുണ്ടാവുമെന്ന് വെച്ചെങ്കിൽ ഒരു 1900s എത്തുമ്പോൾ ഈ വിസ്കി, അന്ന് വിസ്കിയൊക്കെയാണ് എന്ത്? അരിസ്ട്രോകാറ്റ്സിൻ്റെ ഡ്രിങ്ക് അല്ലേ, അതായത് റിച്ച് മീൻ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോഴും ഇപ്പോൾ ഇതിനൊക്കെ വരെ പറ്റാം. ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് റമ്മിൻ്റെ ഏറ്റവും വലിയ ഗുണം അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് കിടക്കാൻ പറ്റും. മറ്റുള്ളത് എന്ത് അടിച്ചു കഴിഞ്ഞാൽ കിളി വറക്കുക, ഒരു ദിവസം കിടക്കുമ്പോൾ. ഇതിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും റമ്മാണ്. മറ്റേത് നമ്മൾ അടിച്ചാൽ പാർട്ടി ആദ്യത്തെ 2 സെക്കൻഡേ ഉള്ളൂ, പിന്നെ പാർട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ ഇവരെന്ത് ചെയ്യുന്നു? ഈ ബർബൺ വിസ്കിക്ക് ഉപയോഗിച്ച കാസ്കുകൾ, ഷെറി ഉണ്ടാക്കാൻ ഉപയോഗിച്ച കാസ്കുകൾ, മസാല ഉണ്ടാക്കാൻ ഉപയോഗിച്ച കാസ്കുകളൊക്കെ ഉപയോഗിച്ച് ഈ റമ്മിനെ മെച്ചൂർ ചെയ്യുക അല്ലെങ്കിൽ ഏജ് ചെയ്യുകയാണ്. 3 വർഷം, 5 വർഷം, 30 വർഷം, 35 വർഷം. ഇപ്പോൾ ഡിസ്റ്റിലിംഗ്, കോളം ഡിസ്റ്റിലിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള ഡിസ്റ്റിൽ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് റമ്മുകൾ പുറത്തു വരികയാണ്. അങ്ങനെ കാണുന്ന റമ്മാണ് നമ്മൾ ഇന്ന് വേൾഡിലെ നമ്പർ 1 റം, അല്ലെങ്കിൽ ദ വേൾഡ്സ് ഫസ്റ്റ് റം, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസ്റ്റിലറി എന്നൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഡിസ്റ്റിലറി എന്തിൻ്റെയാണ്? മൗണ്ട് ഗേയുടെ ഡിസ്റ്റിലറിയാണ്. ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് 1703 മൗണ്ട് ഗേ. ശരിക്കും 1650 തന്നെ ഇവിടെ ഫാക്ടറി ഓപ്പൺ ആകുന്നുണ്ട്. പക്ഷേ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1703 ശേഷമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് റം പ്ലേസ് ആണ് ബാർബഡോസ്, റം മൗണ്ട് ഗേ. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റമ്മിൻ്റെയും ബാർബഡോസിൻ്റെയും ചെറിയൊരു ഐഡിയ കിട്ടുമല്ലോ. ഇനി ഞാനും അരുമാമയും കൂടി അവിടെ പോയ ഭാഗങ്ങൾ, ഇതിലേറ്റവും ശ്രദ്ധ അയച്ച ഒരു ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് സ്റ്റേറ്റ് അല്ലേ, ഒരു രാജ്യത്ത് സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ കേരളം, ഹരിയാന, പഞ്ചാബ്, മറ്റേ ഗുജറാത്ത് എന്ന്. ഇവിടെ അങ്ങനെയല്ല. ഒരു സ്റ്റേറ്റ് പറയാനുള്ള അതിന് മാത്രമുള്ള രാജ്യമില്ല, വളരെ ചെറിയൊരു ഐലൻഡാണ്. ഇവിടെ ഇവർ പോർഷൻ തിരിച്ചിട്ടില്ല, പള്ളിയുടെ പേരിലാണ്, ഓരോ പാരിഷിൻ്റെ പേരിലാണ്. എല്ലാ അഡ്രസ്സിലും ഒരു പാരിഷ് എഴുതണം. സെൻറ്റ് ലോറൻസ്, സെൻറ്റ് ലൂഷ്യ, സെൻറ്റ് ഫിലിപ്പ്, ഇങ്ങനെ എല്ലാം സെയിൻറ്റ് എന്നുള്ള പേരിലാണ്. ഈ സെയിൻറ്റ് ഓരോ പള്ളിയുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് അറിയോ? പള്ളിക്ക് ചുറ്റും നിറച്ചു ബാറാണ്.
ഈ ബാറിലെല്ലാം ആൾക്കാർ വെള്ളം അടിക്കുന്നുണ്ട്, കള്ള് കുടിക്കുന്നുണ്ട്, ഉന്തുവണ്ടിയിൽ കള്ള് വിൽക്കുന്നുണ്ട്. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഹയസിൻ്റെ ഒക്കെ വാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചില്ലി ബിൻ വെച്ചിട്ട് ഐസ് വെച്ചിട്ട് അവിടെ കള്ള് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും കള്ള്. ഇമ്മാതിരി കള്ള് കൊടുത്തിട്ടും കള്ള് കുടിച്ചിട്ടും ഞങ്ങൾ രാത്രി 11 മണിക്കും 12 മണിക്കും ബാർബഡോസിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ തെറി പറയണത് പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപയോഗിച്ച വേർഡ് ഇറ്റ്സ് നോട്ട് ദ ആൽക്കഹോൾ ബട്ട് ദ പീപ്പിൾ. ഇവർക്കറിയാം എന്താണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇൻകം വരുന്നത് ടൂറിസ്റ്റ് മുഖേനയാണ്. 39% ഇൻകം ടൂറിസ്റ്റ് വഴിയാണ് എന്ന് മാത്രമല്ല, ഏതാണ്ട് 39% ആളുകൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടൂറിസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ടൂറിസ്റ്റിൻ്റെ അടുത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻകം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാണ്. പഞ്ചസാരയ്ക്ക് ഏതാണ്ട് 1950 കാലഘട്ടങ്ങളിലൊക്കെ വില കുറഞ്ഞു വന്നപ്പോൾ പഞ്ചസാര കച്ചവടം ഇവർ നിർത്തി. എന്നിട്ട് ഇവർ എന്താണ് ചെയ്യുന്നത്? ടൂറിസം പ്രൊമോട്ട് ചെയ്യാണ്. കാശുള്ള ആൾക്കാർക്ക് ഈ ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറയില്ലേ, നമുക്ക് സ്വിറ്റ്സർലാൻഡിലൊക്കെ കാശ് കൊണ്ടുവരുന്ന പോലെ ഇവിടെ കൊണ്ടിടാം. അപ്പോൾ ആളുകൾ എന്തായി, ഇൻവെസ്റ്റ്മെൻറ്റിന് ബാർബഡോസിൽ കാശ് കൊണ്ടിടാൻ പോയി. കരീബിയൻ കൺട്രീസിൽ വെച്ചിട്ട് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആൻഡ് സേഫസ്റ്റ് ബ്യൂട്ടിഫുൾ പീപ്പിൾ ഉള്ള ഒരു ഐലൻഡാണ് ബാർബഡോസ്. ഇനി എന്താ ബാക്കിയുള്ളത്? ഫുഡ്. നമ്മൾ കൾച്ചർ പറഞ്ഞു, പാഠം പറഞ്ഞു, പറമ്പ് പറഞ്ഞു, കള്ള് പറഞ്ഞു, എല്ലാം പറഞ്ഞു, പക്ഷെ ഫുഡ് മാത്രം പറഞ്ഞിട്ടില്ല. ബാർബഡോസിൻ്റെ നാഷണൽ ഫുഡ് ഫ്ലൈയിങ് ഫിഷാണ്. ഫ്ലൈയിങ് ഫിഷും കുക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ഈ ചോളവും വഴുതനയൊക്കെ ഇട്ടൊരു കറി പോലത്തെ ഒരു സാധനം ഫ്ലൈയിങ് ഫിഷും ന്യൂസിലാൻഡിലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മാർലിൻ പിടിക്കാൻ പോകുമ്പോൾ കാണാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്നേ വരെ നമുക്ക് ചൂണ്ടയിലോ അല്ലെങ്കിൽ മാർലിൻ്റെ കൂട്ടത്തിലോ ഒന്നും കിട്ടിയിട്ടില്ല. ഇവരുടെ അവിടെ അബണ്ടൻ്റ് ഓഫ് ഫ്ലൈയിങ് ഫിഷ് ഉണ്ടെന്നാണ് പറയണേ. നമ്മുടെ ഈ കോലാൻ്റെ ഒരു ഷേപ്പാണ് ഇതിൻ്റെ ചിറകും മുള്ളൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കൂടി ഒരു 1.5 അടി നീളേ ഉള്ളൂ. ഒരെണ്ണത്തിന് $4. ഒരു 10 എണ്ണം മേടിച്ചാൽ $40 ഞങ്ങളത് അവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം. അല്ലാതെ വേറെ എല്ലാം തന്നെ നമ്മുടെ ഒരു മൾട്ടി ക്യൂസീനാണ്. ഇപ്പോൾ ന്യൂസിലാൻഡിലൊക്കെ ഉള്ള പോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സാമ്പാർ പരുവത്തിലുള്ള എല്ലാവിധ സാധനങ്ങളും മെക്സിക്കനും എല്ലാം ഉള്ള ഈ ന്യൂസിലാൻഡിൽ തന്നെ ഇത്ര വില വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ന്യൂസിലാൻഡിനേക്കാൾ കൂടുതൽ പോർഷൻ ഉണ്ട്. ടിപ്പിക്കൽ ഒരു മലയാളി ഫുഡോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫുഡോ ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. വളരെ കുറച്ച് മലയാളീസ് എനിക്ക് തോന്നുന്നത് ലെസ് ദാൻ 10 ഫാമിലി, 2 ഫാമിലി ഉള്ളൂ, 10 ആളൊക്കെ അവിടെ ഉള്ളൂ എന്ന് തോന്നേ. അതിലൊരു ഫാമിലിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം. പിന്നെ എന്തായിരുന്നു, റിഹാന ഫ്രം ബാർബഡോസ് ആണ് കേട്ടോ. റിഹാനെ അറിയില്ലേ? എന്നെ മായാമ്പറല എല മല്ലൂസിന് എല നല്ല പരിചയം ഉണ്ടാവില്ലേ? പിന്നെന്താ വേറെ എന്താ ഷൈൻ ബ്രൈറ്റ് ലൈക്ക് എ ഡയമണ്ട് അങ്ങനെ ആക്കണ്ടോന്നാ ബിയോൺസെ ഞങ്ങൾക്ക് മലയാളീസിന് ഞങ്ങൾക്ക് ബിയോൺസെനെയും അല്ലല്ല അവൾ വേറെ എവിടെ നിന്നെങ്കിലും ആവട്ടെ. എല്ലാവരും അവിടെ നിന്ന് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുകളുടെ ബിയോൺസെ, കാർഡി ബി, പിന്നെ ജേലോ ഫ്രം നമ്മുടെ മാമൻ്റെ ഫേവറേറ്റ് പ്ലേസ് മെക്സിക്കോയെ ബ്രസീലാ സ്പാനിഷാ എന്തോ അങ്ങനെ ഒരു സ്ഥലം. നമുക്ക് അവരെന്നെയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. ബട്ട് എനിവേ റിഹാന ഫ്രം ബാർബഡോസ് ആണ്. ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ബാർബഡോസ്. എനിക്ക് വേണം യു എസിൽ പോയിട്ട് സെറ്റിലായി. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴേട്ടാ പുള്ളിക്കാരി അവിടെ നിന്നാണ് മനസ്സിലായത്. സോ അതൊക്കെയാണ് ഓൾ അബൌട്ട് ബാർബഡോസ്. ഈ വ്ളോഗിലേക്ക് എൻട്രി ചെയ്യുന്നതിനേക്കാൾ മുന്നേ ബാർബഡോസിനെ ഒന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ റീറിന്ന് ന്യൂസിലാൻഡിൽ എന്തോ വേറെ അർത്ഥാട്ടാ. ഓക്കെ. അപ്പോൾ ആക്ച്വലി ബാർബഡോസ് എന്നാ പറയട്ടെ, ബാർബഡോസ് കേട്ടോ. നമ്മൾ മലയാളവൽക്കരിച്ച് ബാർബഡോസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ മുതൽ ഒരു വ്ളോഗ് പോലെ എനിക്ക് ചെയ്യാൻ അറിയില്ല. എനിക്ക് വ്ളോഗ് ചെയ്തിട്ട് ഒരു പരിചയമില്ല. സോ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. അത് ഒരു 2, 3, 4 എപ്പിസോഡായിട്ട് ചക്ക വെട്ടി കൂടുന്ന പോലെ കാണിക്കാം. പ്രധാനമായിട്ട് നമ്മളവിടെ പോയിട്ടുള്ളത് റമ്മിനെ കുറിച്ച് പഠിക്കാനും റമ്മിനെ കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. സോ ഡിസ്റ്റിലറീസ്, അവിടുത്തെ പ്രധാനപ്പെട്ട ഡിസ്റ്റിലറീസും കരിമ്പ് കൃഷിയും പരിപാടിയൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ. പട്ടി കുറയ്ക്കണ പോലെയാണല്ലോ കൊണ്ട് ഇപ്പോൾ. ഓക്കെ, ഷ്യൂ ഗൈസ്, ലവ് ലൈഫ്.